ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വമ്പൻ പ്രഖ്യാപനവുമായി ആമസോൺ ഇന്ത്യയിൽ 2030 $35 ബില്യൺ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായി US ഇ-കൊമേഴ്സ് ഭീമനായ ആമസോൺ സംഭവം ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിലവിലെ $20 ബില്യൺ നിന്ന് $80 ബില്യൺ ഉയർത്താനും 2030 ആകുമ്പോഴേക്കും 10 ലക്ഷത്തോളം നേരിട്ടുള്ള പരോക്ഷ സീസണൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നതായി ആമസോണിലെ എമർജിംഗ് മാർക്കറ്റ്സിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് അമിത് അഗർവാൾ പറഞ്ഞു. ഈ വർഷം യുഎസിലെ പ്രമുഖ ടെക് സ്ഥാപനങ്ങൾ ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ടെക് വളർച്ചയ്ക്കുള്ള കേന്ദ്രമായി ഇന്ത്യ മാറുന്നു എന്നതിനുള്ള ഉദാഹരണമാണിത്. അതിലിപ്പോൾ അവസാനമായി ആമസോണിന്റെ വമ്പൻ പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. AI ഉപയോഗിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കാനും പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനുമാണ് ആമസോൺ ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ AI, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കായി $17.5 ബില്യൺ നിക്ഷേപിക്കുമെന്ന് ചൊവ്വാഴ്ച മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപമായി മാറി. അതേസമയം ഗൂഗിൾ 5 വർഷത്തിനുള്ളിൽ AI ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനായി $15 ബില്യൺ നിക്ഷേപിക്കും. 2010 മുതൽ ഇന്ത്യയിൽ $40 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. 2023 $26 ബില്യൺ നിക്ഷേപവും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ പാസഞ്ചർ കാർ വിപണിയിലെ ശക്തമായ കമ്പനിയായ JSWന്റെ SUV-യായ ഹെക്ടർ മുഖമീനുക്കാനൊരുങ്ങി MG ഹെക്ടർ. 2026 പുത്തൻ ലുക്കിലെത്തുന്ന MG ഹെക്ടർ വിപണിയിൽ ക്രെറ്റയ്ക്ക് കരുത്തുറ്റ ഒരു എതിരാളിയാകും. 2019 പുറത്തിറങ്ങിയ MG ഹെക്ടറിന്റെ മുഖമിനുക്കിയ രൂപം 2026 പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ കാലം മുതൽ MGയുടെ പ്രധാന മോഡലുകളൊന്നാണ് ഹെക്ടർ SUV. ഇന്ത്യയിൽ MG എന്ന പേരിന് വിശ്വാസ്യതയും പ്രചാരവും നൽകിയതിന് ഹെക്ടർ നൽകിയ തുടക്കം പ്രധാനമായിരുന്നു. 2026 മുഖമിനുക്കി MG ഹെക്ടർ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ 2026 മോഡൽ MG ഹെക്ടറിന്റെ ടെസ്റ്റ് റണ്ണിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. 2023 MG ഹെക്ടറിന്റെ അവസാനത്തെ ഫേസ് ലിഫ്റ്റ് സംഭവിച്ചത്. മുന്നിലെ ഗ്രില്ലിന്റെ ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഒപ്പം മുൻ ബമ്പർ കൂടി മാറുന്നതോടെ വാഹനത്തിന്റെ മുന്നിലെ രൂപം മാറും. മുന്നിലെ മെലിഞ്ഞ LED ലൈറ്റുകൾ തുടരാനാണ് സാധ്യത. അതേസമയം പിന്നിലെ ബമ്പറിന്റെ ഡിസൈനിലും മാറ്റങ്ങൾ ഉണ്ടാവും. പുതിയ അലോയ് വീലുകളും 2026 MG ഹെക്ടറിന് ലഭിക്കും. പിന്നിൽ വെന്റിലേറ്റർ സീറ്റുകൾ പോലുള്ള ചെറിയ മാറ്റങ്ങൾക്കാണ് സാധ്യത. പനോരമിക് സൺറൂഫ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ആംബിയന്റ് ലൈറ്റിംഗ്, വയർലെസ് ചാർജിംഗ്, പവേർഡ് ഡ്രൈവർ സീറ്റ്, എയർ പ്യൂരിഫയർ എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾ പുതിയ മോഡലിലും തുടരും. റിമോട്ട് വെഹിക്കിൾ കൺട്രോൾ, റിയൽ ടൈം ഡയഗ്നോസ്റ്റിക്സ്, വോയിസ് കമാൻഡ് എന്നിവയുമുള്ള MGയുടെ ഐസ്മാർട്ട് സ്യൂട്ട് ഹെക്ടറിന്റെ ഫ്ലേസ്റ്റിഫൈഡ് മോഡലും തുടരും. സാധാരണ മുഖമിനുക്കിയെത്തുന്ന മോഡലുകളേതുപോലെ പവർ ട്രെയിനുകളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് MG ഹെക്ടറിലും സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെഡ്മി നോട്ട് 15 സീരീസ് താമസിയാതെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ച ഷവോമി. 2026 ജനുവരി 6 ഫോൺ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. റെഡ്മി ഇന്ത്യ പേജിൽ പങ്കുവച്ച ടീസർ നൽകുന്ന വിവരമനുസരിച്ച് റെഡ്മി നോട്ട് 15 5G 108 മെഗാപിക്സൽ എഡിഷനായിരിക്കും സീരീസ് ബേസ്ഡ് മോഡൽ. ഈ ഫോൺ അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും നോട്ട് 15 Pro, നോട്ട് 15 Pro പ്ലസ് ഫോണുകൾ അവതരിപ്പിക്കുകയെന്നാണ് ലഭിക്കുന്ന സൂചന. റെഡ്മി 15മായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. കനം കുറഞ്ഞ ഫോണാണെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. റെഡ്മി നോട്ട് 15ൽ 6.77 ഇഞ്ച് ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. 120 Hz റിഫ്രഷ് റേറ്റും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനും ഇതിലുണ്ടാകും. ക്യാമറയായിരിക്കും മറ്റൊരു പ്രധാന ആകർഷണം. 108 MB പ്രൈമറി സെൻസർ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്നിവയായിരിക്കും റിയൽ ക്യാമറയിൽ. 20 MB സെൽഫി ക്യാമറയും ഫോണിൽ പ്രതീക്ഷിക്കുന്നു. സ്നാപ്ഡ്രാഗൺ 610 3 ചിപ്പ് സെറ്റ് ആയിരിക്കും ഫോണിൽ. 5520 mAh ബാറ്ററിക്കൊപ്പം 45 വാട്ട് അതിവേഗ ചാർജിംഗ് സൗകര്യവും ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആൻഡ്രോയിഡ് 16 പകരം ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ OS 2 ആയിരിക്കും ഇതിൽ. റെഡ്മി നോട്ട് 15 20,000 രൂപയായിരിക്കും വിലയെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.